ഹായ് 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 ഇത് ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്ന രണ്ടാമത്തെ വ്ളോഗാണ്. പക്ഷേ ഈ രണ്ടാമത്തെ വ്ളോഗ് എങ്ങനെയിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ സ്റ്റാർട്ടിങ് കേൾക്കാൻ സൂപ്പറായിരിക്കും. പക്ഷേ എൻ്റെ എങ്ങനെ ആവുമെന്നൊന്നും എനിക്കറിയത്തൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ ഈദ് വെക്കേഷന് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടിരുന്നതാണ്. അപ്പോൾ എൻ്റെ ബോസ് വന്നിട്ട് പറഞ്ഞു, ഡാനി അൽനാസർ ടീം വരുന്നുണ്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീം, നീ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലേ, വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ അല്ലേ, അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കുറേ ആലോചിച്ചു. ലാസ്റ്റ് അത് അക്സെപ്റ്റ് ചെയ്ത് ഇപ്പോൾ ഈ ഹോട്ടലിൽ വന്നിട്ട് ഇരിക്കുവാണ്. ടീം ഇന്ന് അതിരാവിലെ പുലർച്ചെ വന്നിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുക്കണം, പറ്റിയ ഒരു വീഡിയോ എടുക്കണം, പിന്നെ ഒരു ടീഷർട്ട് മേടിച്ചിട്ടുണ്ട്. അത് സൈൻ ചെയ്ത് കിട്ടുമോ എന്ന് അറിയില്ല. ഇത് കിട്ടിയ എൻ്റെ മോനെ വേറെ ലെവലായിരിക്കും. കുറച്ച് ഉള്ളിൽ പേടിയുണ്ട്, കിട്ടിയ സൂപ്പർ ആയിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അവർക്ക് അവരുടെ പ്രോട്ടോകോൾ എല്ലാം ഉണ്ട്. അതൊന്നും നമുക്ക് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സ്കീനാണ്. ജോലി പോകാം, അല്ലെങ്കിൽ ഇവന്റ് തന്നെ ക്യാൻസൽ ചെയ്യാം, നമ്മുടെ കയ്യിൽ നിന്ന് മാറിപ്പോകാം. അതൊക്കെ അങ്ങനത്തെ കുറെ പരിപാടിയുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊരു ട്രയൽ നടത്താൻ പോകുന്നു. പക്ഷേ ഇന്ന് രാവിലെ ക്രിസ്ത്യാനോ വന്നപ്പോൾ ക്രിസ്ത്യാനോയുടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്. അയാളുടെ കൂടെ ചെറുപ്പം തൊട്ടേ ഉള്ള ഗോസെ എന്ന് പറഞ്ഞിട്ട് ഒരാൾ. അപ്പോൾ അയാളുടെ അടുത്ത് ഞാൻ പോയിട്ട് കമ്പനിയായി ഫസ്റ്റ്. അപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞ് ഇഫ് ദർ ഈസ് എനി ചാൻസ് ഐ വിൽ മേക്ക് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചാൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പോയി അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യണം. എന്തായാലും ഞാൻ പോട്ടെ. അഭിനയ്, ഡിജ, ജിത്തു, അനന്തു, ആനി, അഷ്ന ഒരു ഗംഭീര അച്ചീവ്മെന്റ് ആയിരിക്കും. അതായത് നമുക്ക് ഇവരുടെ സിഗ്നേച്ചറോ ഇവരെ കാണാൻ പറ്റുന്നത്, നേരിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അത് നടക്കുമോ ഇല്ലെന്ന് അറിയില്ല. നമുക്ക് ഈ വീഡിയോ കിട്ടുമോ, ഫോട്ടോ കിട്ടുമോ, ഇത് സൈൻ ചെയ്ത് മേടിക്കാൻ പറ്റുമോ ഒന്നൊന്നും അറിയത്തില്ല. പക്ഷേ മാക്സിമം ട്രൈ ചെയ്യും. നമ്മൾ ഇവന്റ് ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് പ്രോട്ടോകോൾ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിരുന്നാലും ഞാൻ ഒരു ട്രയൽ നടത്താൻ പോണ്. ഉള്ളിൽ പേടിയുണ്ട്, എന്നാലും ഫുൾ ട്രൈ. ഓക്കെ, ടീഷർട്ട് സൈൻ ചെയ്തിട്ട് ഞാൻ സത്യമായിട്ട് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആള് തളർന്നിരിക്കുകയാണ്. ഞാൻ പേടിച്ചു പോയി സത്യം പറഞ്ഞ. അതായത് അയാൾ വന്നിട്ട് എന്റെ തോളൊക്കെ കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. അതായത് എന്റെ ആ ചിരി കാണുമ്പോൾ എനിക്ക് മനസ്സിലായി പേടിച്ചാണ് നിൽക്കണമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിൽ നിന്നാണ്, ഐ എം ഫ്രം ഇന്ത്യ, ഐ എം ഫ്രം കേരള എന്ന് പറഞ്ഞപ്പോ അയാൾ റിയലി വെരി ഗുഡ്, താങ്ക് യു എന്ന് പറഞ്ഞ ആൾ ഒരു താങ്ക്സ് കൂടെ പറഞ്ഞു. അതും കൂടെ കേട്ടപ്പോ എന്റെ ദൈവമേ ഞാൻ ഉരുകിപ്പോയി. ഇനി എന്തായാലും ഈ സാധനം ഇത് നമ്മുടെ വിജയമാണ്, ഇത് നമ്മുടെ മാത്രം വിജയമാണ്. അയ്യോ, ഇത് നിങ്ങൾക്കും കൂടെ ഉള്ളതാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഇത് ഞാൻ വീട്ടിൽ പോയി ഇത് കൊടുത്ത് ഇത് ഫ്രെയിം ചെയ്തതിന് ശേഷം എനിവൺ ആർക്ക് വേണമെങ്കിലും വീട്ടിൽ വരാം, ഇത് വന്ന് ഈ ടീഷർട്ട് വന്ന് കാണാം. പക്ഷേ ഈ ടീഷർട്ട് വീട്ടിൽ ഞങ്ങളുടെ സ്റ്റുഡിയോക്കകത്ത് ദിസ് വിൽ ബി എ പ്രീഷ്യസ് കളക്ഷൻ. എനിക്കിന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരത്തില്ലെന്നും ഇത് എനിക്ക് എങ്ങനെയെങ്കിലും ഇത് നാട്ടിൽ കൊണ്ടുപോയി അവന്മാരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാതെ എനിക്ക് ഉറക്കം വരത്തില്ല. സത്യം പറഞ്ഞ കേട്ടോ, എനിക്കിപ്പോഴും അതിന്റെ വിറയിൽ മാറിയിട്ടില്ല. ചട്ടമ്പീസ്, നമുക്കപ്പോൾ നമ്മുടെ കളക്ഷനിൽ ഒരു ക്രിസ്ത്യാനോയുടെ ടീഷർട്ട് കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതും കൊണ്ട് ഞാൻ വരുവാണ് നാട്ടിൽ. ഇത് കിട്ടിയതുകൊണ്ട് ഞാൻ നാട്ടിൽ പോകുന്നു വിചാരിച്ചു. കുറച്ച് മുന്നേ എടുത്ത തീരുമാനം. ഓക്കെ, എന്തായാലും ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. ഇത് എനിക്ക് വീട്ടിൽ പോയി ഒരു ഫ്രെയിം ചെയ്ത് വെക്കണം. അങ്ങനെ ഡാനി ചാച്ചൻ എത്തി. സർപ്രൈസ് ആയിട്ട് നമ്മൾ ഡാനി ചാനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനും അനന്തുചാനും ജോഷി ചേട്ടനും. ഡാനിച്ച വരുന്നപ്പോൾ ഒരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നു. എന്താണെന്ന് അറിയോ ഗൈസ്, ഡാനിച്ച റൊണാൾഡോയെ കണ്ടല്ലോ. ഡാനിച്ച റൊണാൾഡോയെ കണ്ടപ്പോൾ റൊണാൾഡോയുടെ ടീഷർട്ട് സൈൻ മേടിച്ച് നമുക്ക് വേണ്ടി കൊണ്ടുവരുന്നു. ഇപ്പൊ നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൈനും ഉണ്ട്, റൊണാൾഡോയുടെ സൈനും ഉണ്ട്. ഡാനിച്ചാതിന് ഏതോ ആൾ പൂ കൊടുത്തിരിക്കണം. അവിടെ ഒരു ആന്റി വന്നിട്ട് പറഞ്ഞ മോനെ പൂ വേണമെന്ന് പറഞ്ഞു. ഞാൻ വാജിത്ത ജേഴ്സി എവിടെ ഇരിക്കുന്നു? നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ അച്ചാച്ച ഡാനി അച്ചാച്ച റൊണാൾഡോനെ കണ്ട് സൈൻ മേടിച്ച് ആ ടീഷർട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന്. ഒരു എക്സ്പീരിയൻസ് പറ റൊണാൾഡോ അടുത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയപ്പോ തന്നെ കിളി പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അതായത് ഇത് വേറെ ആർക്കും കിട്ടിയില്ല, എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ. അവർ സ്റ്റേ ചെയ്ത ഹോട്ടൽ മാനേജ്മെന്റ് പോലും ട്രൈ ചെയ്ത്, പക്ഷെ അവർക്കത് കിട്ടിയില്ല. പക്ഷെ ഫോട്ടോ കിട്ടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചൊന്നുമില്ല. വീഡിയോ കോൾ ചെയ്തപ്പോ പറഞ്ഞു, എടാ റൊണാൾഡോ അബുദാബിയിൽ വരുന്ന ഫോട്ടോ കിട്ടുമെന്ന് അറിയത്തില്ല, ഞാൻ എങ്ങനെയെങ്കിലും സൈന് മേടിക്കുന്നു പറഞ്ഞു. ഫോട്ടോ കിട്ടുന്നില്ല, ഫോട്ടോ കിട്ടിയ ലെക്കാണെന്ന് പറഞ്ഞു. ഫോട്ടോയും കിട്ടി, സൈനും കിട്ടി. ശരിക്കും പറഞ്ഞല്ലേ, ഡാനി അച്ചാച്ച റൊണാൾഡോയുടെ അടുത്തിരുന്നപ്പോ ഞങ്ങളെ വീഡിയോ കോൾ ചെയ്തു. വീഡിയോ കോൾ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം, ഒരു 50 മീറ്റർ കാണുമ്പോ. സംഭവം എന്താണെന്നറിയോ, അവിടെ ക്യാമറ പ്രോട്ടോകോൾ ഉണ്ട്. ക്യാമറ അങ്ങനെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം കളിക്ക് മുന്നേ പ്ലേയേഴ്സിന് ഒരു ഡിസ്ട്രാക്ഷനും പാടില്ല എന്നുള്ള രീതി. അപ്പൊ ഞാൻ പോയിട്ട് വീഡിയോ എടുത്ത് എങ്ങനെയിരിക്കും, എസ്പെഷ്യലി ഞാനാണ് അവരുടെ ഡെലിഗേഷൻ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. ഞാൻ തന്നെ പ്രോട്ടോകോൾ ബ്രേക്ക് ചെയ്ത് എങ്ങനെയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ പതുക്കെ എന്റെ ഫോൺ എടുത്തിട്ട് ഞാൻ ബോട്ടിൽ ഇവന്മാരെ വിളിച്ചിട്ട് ഫോണെല്ലാം സൈലന്റ്, സൗണ്ട് എല്ലാം കുറച്ച് വെച്ചിട്ട്
ഇങ്ങനെ പോയത് അടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ട് അതായത് അവരവിടെ സോഫയിലിരുന്ന് കോഫി അടിച്ചിട്ടിരിക്കാറ് ഞാൻ അടുത്ത് പോയിക്കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് പക്ഷെ ഇവന്മാർക്ക് അത് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. എന്നുവെച്ചാ ഇങ്ങനെ കുറച്ചപ്പുറത്ത് നിക്കണം. ഇവിടെ നിന്ന് ഒരു വെള്ള ടീഷർട്ട് എന്ന് പറഞ്ഞു ഞങ്ങള് തപ്പെടുത്ത് എവിടെ വെള്ള ടീഷർട്ട് ഒരാളവിടെ ഉണ്ട്, പക്ഷെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഫസ്റ്റ് ഞാൻ അവര് വന്ന പ്രൈവറ്റ് ടെർമിനലിൽ ഞാൻ ഉണ്ടായിരുന്നു. അവര് പ്രൈവറ്റ് ജെറ്റിൽ വന്ന് ഇറങ്ങിയപ്പോ ഞാൻ ഉണ്ടായിരുന്നു. ഈ ഫീൽ എങ്ങനെ പറയാം? റൊണാൾഡോ അച്ഛന്റെ ഫോട്ടോ എടുക്കേണ്ടത് ഇങ്ങനെ നിന്നില്ലേ? എടേ സത്യം പറഞ്ഞല്ലേ ഡെലിഗേഷൻ സമ്മതിക്കത്തില്ല, ഒന്നും സമ്മതിക്കത്തില്ല. റൊണാൾഡോയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അതായത് റൊണാൾഡോയുടെ കൂടെ 7 ഇയേഴ്സ് തൊട്ട്, അതായത് 7 വയസ്സ് തൊട്ട് റൊണാൾഡോയുടെ കൂടെയാണ് പുള്ളിക്കാരൻ. അപ്പൊ ടീം പുള്ളിക്കാരനും കൂടെ വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരന്റെ പേര് ഗൊസെ എന്നാണ്. ഞാൻ പോയിട്ട് ആദ്യം പുള്ളിക്കാരൻ്റെ അടുത്താണ് പറഞ്ഞത് എനിക്ക് ഇതുപോലെ എടുക്കണം. പ്രത്യുപകാരമായിട്ടൊന്നല്ല, പക്ഷെ എന്നാലും ഞാൻ പോയിട്ട് എന്റെ എക്സൈറ്റ്മെന്റ് കാണിച്ചു. ആ പുള്ളിക്കാരൻ പറഞ്ഞു വെയിറ്റ് ഹി വിൽ സൈൻ ദ ടീഷർട്ട് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് മാറിയില്ല. ഐ മീൻ ഗെയിം ഡേയുടെ അന്നാണ് ഇത് നടന്നത്. ഇത് കിട്ടിയാൽ അവര് പോകുന്ന മുന്നിൽ ഇത് എടുക്കണം എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഞാൻ പോയി നോക്കി, ഞാൻ വെയിറ്റ് ചെയ്ത്, ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്തു. 2 മണിക്കൂറോളം ഞാൻ അവിടെ കുറെ നേരം വെയിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ മറ്റേ പുള്ളിക്കാരെ വരണവരെ വെയിറ്റ് ചെയ്ത് അയാൾ വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ റൊണാൾഡോ കോഫി ഇഫ്താർ കഴിഞ്ഞ് ആ ടീമായിട്ട് അവര് കഴിക്കുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് റൊണാൾഡോ ഇങ്ങനെ പോകുമ്പോ ആ ജോസെ പറഞ്ഞ് ബ്രദർ ജസ്റ്റ് വെയിറ്റ് ലെറ്റ് ഹിം ടേക്ക് വൺ ഫോട്ടോ. ഞാനാണെങ്കിൽ ആദ്യം ഫോട്ടോ എടുക്കണ മുന്നേ പോയിട്ട് ടീഷർട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. ടീഷർട്ടിന് അയാൾ സൈൻ ചെയ്തു. ഈ ടീഷർട്ട് കയ്യിൽ എപ്പോഴും വെച്ചായിരുന്നു. ഈ ടീഷർട്ട് എന്റെ കയ്യിൽ ഹോൾഡ് ചെയ്തു. ഞാൻ എപ്പോ വന്നാലും വാളെടുക്കുന്ന ടീഷർട്ട് ഞാൻ അവര് വരുന്നതുകൊണ്ട് തന്നെ ടീഷർട്ട് ഇത്തിരി എനിക്ക് എക്സ്പെൻസ് ആയി. ഒരുപക്ഷെ അവരത് ഒപ്പ് ആണെങ്കിൽ നമ്മൾ ഒറിജിനൽ കൊണ്ട് കൊടുക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പോ എടുത്തത്. എനിക്ക് ഒപ്പ് കിട്ടിയതിന് ശേഷം മറ്റേ ആളെ വീട്ടിൽ പറഞ്ഞ് ഓക്കെ ഗിവ് മി എ ഫോൺ ലെറ്റ് മീ ടേക്ക് ഫോട്ടോ എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ കിളി പറന്ന് അതൊക്കെ ഞാൻ നിൽക്കണം. അയാളാണ് ഇങ്ങനെ തോള് കൈയെടുത്തിട്ട് ഇല്ല, ഞാൻ തോളിലാണ് കയറ്റിരുന്നത്. അയാളെ കുറുക്കില്ല ഞാൻ കൈ വെച്ചിരുന്നു. ഓ മറ്റേ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കേട്ടാ ഇതുണ്ട്. ആദ്യത്തെ ഫോട്ടോ ആണ് നന്നായിട്ട് വന്നത്. അതെ വയ്ക്കാൻ പോണതും വച്ചതും അത് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഇതെടുത്ത് ഞാൻ നന്നായിട്ട് പറിച്ചു. അത് ഇയാളെ തോളിൽ കൈയിടുന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഞാനും പതുക്കെ ആള് മുതുകത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് എനിക്കാണെങ്കിൽ ഇവിടെ കിടന്നതൊക്കെ വറക്കുന്നു. എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അയാള് ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞില്ലേ, ഞാൻ നേരെ ഇവന്മാരെ വിളിച്ചപ്പോ എന്നെക്കാൾ എക്സൈറ്റ്മെന്റ് ഇവന്മാർക്ക്. ഫോട്ടോ എടുത്തിരുന്നു റൊണാൾഡോയോട്. ഞങ്ങൾ എല്ലാം പെട്ടെന്ന് ഷോക്കായി. എല്ലാരും ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. അതിനിടയിൽ ഇവൻ ജോഷ വന്നിട്ട് വീഡിയോ ഇടുന്നു. ജോസേട്ടൻ പറഞ്ഞത് നമ്മൾ ഫോട്ടോ എടുത്ത ആൾക്കാർ എന്തായാലും വിശ്വസിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞത്. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ആ കാര്യം ഞാൻ ഇപ്പൊ എന്തായാലും പറയുന്നത്, ഞാൻ ഇവരുടെ അടുത്ത് ഷെയർ ചെയ്തു. അത് എന്റെ പേഴ്സണൽ ഹാപ്പിനെസ് ആണ്. പക്ഷെ ഞാൻ അതിപ്പോ പറഞ്ഞ എന്തായാലും ആളുകൾ തള്ളാണെന്ന് പറയും. ഓക്കെ, എനിക്ക് കുറച്ച് മൊമെന്റ്സ് റൊണാൾഡോയുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റി. അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം അത് എന്താണോ ക്ലാരിഫിക്കേഷൻ ഒന്നും ഞാൻ പറയത്തില്ല. അത് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് നെഗറ്റിവിറ്റി എനിക്ക് നെഗറ്റിവിറ്റി കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ഞാൻ എന്തുമാത്രം എഫേർട്ട് ഇട്ടിട്ടാണ് അത് എടുത്തത്. അതിന് നെഗറ്റീവ് അടിക്കാൻ വേണ്ടിട്ട് കുറെ പേര് വരും. എന്നാലും കുഴപ്പമില്ല, അമ്മ നെഗറ്റീവ് അടിച്ചോട്ടെ. ഇതിലെത്താൻ വേണ്ടി നല്ല കഷ്ടപ്പെട്ടു. 8 വർഷം എന്തോ കഷ്ടപ്പെട്ടു ഈ ഒരു നിലയ്ക്ക് വന്ന് നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഉണ്ടല്ലോ ഫോട്ടോഷോപ്പ് എഡിറ്റ് ഇല്ല, എന്റെ എഫേർട്ടിനെ വിട്. റിയൽ ആയിട്ടുള്ള കാര്യം വന്നിട്ട് ഫോട്ടോഷോപ്പ് അതിനകത്ത് കുറെ കമന്റ്സ് ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് ഇവന്മാരുടെ അടുത്ത് പറയും. അപ്പൊ ജോഷു പറഞ്ഞു ഇല്ലല്ല അത് ഇഗ്നോർ ചെയ്തോളാം. പിന്നെ അത് കല്ലി. പക്ഷെ ഞാൻ റൊണാൾഡോയുമായിട്ട് ഏകദേശം ഒരു 8 to 10 മിനിറ്റ് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 8 to 10 മിനിറ്റ്. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ്. പക്ഷെ നിങ്ങളുമായിട്ട് ഞാൻ അത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിനെ ഇപ്പൊ ഞാൻ അത് ഷെയർ ചെയ്താൽ ഒബ്വിയസ്ലി അതിനെ കുറിച്ച് സർക്കാസ്റ്റിക് ആയിട്ടും സ്റ്റോക്ക് വരും. ഐ ഡോണ്ട് വാണ്ട് ഷെയർ ദാറ്റ്. പക്ഷെ പിള്ളേർക്ക് അറിയാം, ഇവർക്ക് എല്ലാവർക്കും അറിയാം. അത് ചെയ്ത് 1 മിനിറ്റിന് ശേഷം ഇവന്മാരെ വിളിച്ച് നിങ്ങൾ അത് വീഡിയോ എടുത്തില്ലല്ലേ? പക്ഷെ പിന്നെ ആ നെയ്മറിന്റെ മിസ് ചെയ്ത് പറയും. അവരുടെ ആ ലീഗിന്റെ ഫൈനൽ ഇത് വന്നത് അവരുടെ അൽ ഹിലാൽ ടീമാണ് നെയ്മർ. അവരെ ഞങ്ങൾ എന്താണ് ഹോസ്റ്റ് ചെയ്തത്. ആ ദിവസം ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേറൊരു ഐലൻഡിൽ പോയി. ഞാൻ യു എയിൽ ആരും വന്നാലും ഒന്നല്ലടാ പോടെ. അതായത് യു എയിൽ ഒന്നല്ല, അത് സ്പെസിഫിക്കലി അബുദാബിയില്
ആരെങ്കിലും വന്ന 90% മീറ്റ് ചെയ്യാന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതായത് ഏതാ അവർ വരുന്നത് അബുദാബി ടൂറിസമിന്റെ ഇതിലായിരിക്കും, ഇല്ലെങ്കിൽ സ്പോർട്സിന്റെ ഇതിലായിരിക്കും. ഇതെല്ലാം ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു. പൈസ കൊടുത്താലൊക്കെ കിട്ടും. പൈസ കൊടുത്താൽ കോപ്പ് കിട്ടും. ചേട്ടൻ പൈസ കൊടുത്താ എത്ര മലയാളീസ് എന്ന് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ എത്ര ഇന്ത്യക്കാരെ കണ്ടെന്നറിയും ആ സ്ഥലത്ത്. അവരാരെയും കയറ്റൊന്നും പറ്റില്ല. പക്ഷെ അവരൊക്കെ വന്ന് എന്നോട് ചോദിക്കണ്ടായി. ഇതിനകത്ത് ക്യാഷ് പൈസ ഒന്നും നടക്കത്തൊന്നുമില്ല. ഇതിനകത്ത് നമുക്ക് ലക്ക് ഫാക്ടറാണ് മെയിൻ. ഞാൻ ചോദിച്ച സമയത്ത് ഇല്ല പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, അത്രയാണ്. ഫുൾ ടൈം അവര് അറൈവായി അവര് ചെക്കൗട്ട് ചെയ്യുന്നവരേക്കും ഈ ടീമിന്റെ കൂടെ അല്ല റൊണാൾഡോ ചെക്കൗട്ട് ചെയ്തത്. റൊണാൾഡോയുടെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ വന്നതിന് ശേഷമാണ് റൊണാൾഡോ ചെക്കൗട്ട് ചെയ്തത്. പക്ഷെ ഈ ഫുൾ ടൈം ഞാൻ ടീമിന്റെ കൂടെ ഉണ്ടായിരുന്നു. ചില സ്പോർട്സ് പേജസോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവര് എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റൊണാൾഡോയുടെ കൂടെ നടന്നു പോകുന്ന വീഡിയോ എവിടെയെങ്കിലും ഉണ്ടാവും. കാരണം ബാരിയറിന്റെ അപ്പുറത്തുനിന്ന് നിറയെ പേര് വീഡിയോ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ റൊണാൾഡോയുടെ കൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവര് എന്തെങ്കിലും ഷെയർ ചെയ്ത് നമ്മുടെ കയ്യിൽ വന്നാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ നേരെ ഞങ്ങളുടെ വീട്ടിൽ വന്നു മെസ്സേജ് ഒന്നും അയക്കണ്ട, നേരെ വീട്ടിൽ വന്നു. മാർക്കർ അത് കൊണ്ടുപോയി. മാർക്കർ പിന്നെ കൊണ്ടുപോകും. മാർക്കർ കത്ത മെസ്സിയുടെ സൈൻ കിട്ടിയ എവിടെ സൈൻ ചെയ്യും? മെസ്സിയുടെ സൈൻ കിട്ടിയ നേരെ ഇവിടെ പോയിട്ട് ടാറ്റു അടിക്കും. പറയാൻ പറ്റത്തില്ല. കാരണം ഈ അറബ് കൺട്രീസ് എന്ന് പറയുന്നത് ഇവര് എപ്പോഴെന്നില്ലാതെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടില്ല ഈ സ്പെഷ്യൽ ഒക്കേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് മെസ്സി അബുദാബിയിൽ വന്ന ഏതർ ഒരു സൈൻഡ് ടീഷർട്ട് അല്ലെങ്കിൽ ഡാനി പോയി ഫോട്ടോ എടുക്കും. ഇത് 100% നടക്കണം എന്നാണ്. കാരണം മെസ്സിയുടെ ടീഷർട്ട് കിട്ടിയ ഞാൻ പിന്നെ എനിക്കൊരു ആഗ്രഹം, മെസ്സിയുടെ കിട്ടിയ 2 സൈൻ മേടിക്കണം. ഒരെണ്ണം യാദലിക്കാക്കി കൊടുക്കണം. പുള്ളിക്കാരൻ എന്റെ അറിവില് ഞാൻ കഴിഞ്ഞ ഏറ്റവും വലിയ മെസ്സി ഫാൻ യാദലിക്ക. മനസ്സിലൊരു മെസ്സി ഫാൻ ഉണ്ടാവും, പക്ഷെ എല്ലാവർക്കും അറിയുന്ന ഒരു മെസ്സി ഫാൻ യാദലിക്ക. ട്രൈ ആക്കും. ഐ മീൻ എനിക്ക് അതായത് സൈൻ ചെയ്യാൻ ഇത് കിട്ടിയ ഞാൻ ഒരു പേപ്പറെങ്കിലും കൊടുത്ത് സൈൻ ചെയ്ത് മേടിച്ച് കൊണ്ടുവരും. എനിക്ക് മേടിക്കും. ഫസ്റ്റ് പ്രയോറിറ്റി എനിക്കാണ്, എന്നിട്ട് 2ാമത്തെ പ്രയോറിറ്റി യാദലിക്കാക്കി കൊടുക്കും. കാരണം പുള്ളിക്കാരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഡാനിച്ച് എന്തായാലും നമുക്ക് ഈ ടീഷർട്ട് കൊണ്ടുവന്നില്ലേ, അപ്പൊ നമുക്ക് ഡാൻസ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? രാവിലെ കഞ്ഞി ഇത് കിട്ടിയ ഉടനെ തന്നെ ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും പുഴിയൂർ എത്രയും പെട്ടെന്ന് എത്തണം, ചൂടോടെ എത്തണം. അതാണ് ഞാൻ ഒരാഴ്ചത്തേക്ക് കൊണ്ടിട്ട് വന്നത്. ഈ വർഷം 4 പ്രാവശ്യം വരുമല്ലേ? ഇനി ഒരു 4 തവണ കൂടെ വരാറുണ്ട് എനിക്ക്. ഞാൻ ഓൾറെഡി 2 തവണ വന്നു കഴിഞ്ഞു. സാധനം കുറച്ച് വലുതായി പോയി. സൂപ്പറായിട്ടിരിക്കുന്നു. എന്റെ പൊന്നു പോയി. നിങ്ങളിത് അടിച്ചതിന്റെ പർപ്പസ് എന്താണ്? കട്ടൗട്ട് ഞാനും പ്രതീക്ഷിച്ചില്ല. ഞാനിപ്പൊ തന്നെ കണ്ടു. എന്നാലും ഇത് എന്തിനായിരിക്കും നിങ്ങൾ പ്രിന്റ് ചെയ്തത്? ഒരിടത്ത് വയ്ക്കില്ലേ? മഴയൊക്കെ പെയ്യുന്നു അവിടെ വിരിച്ച്. ഞങ്ങൾ എന്ത് പറഞ്ഞു? ഫോട്ടോ എടുത്താ ഫ്ലെക്സ് അടിക്കും. ഫോട്ടോ എടുത്ത ഫ്ലെക്സ് അടിക്കും. പ്രധാന കാരണം ഇവനാണ്. തന്നപ്പോഴേ ഞങ്ങൾ പറയാ അച്ഛാ ഞങ്ങൾ ഇത് എന്തായാലും ഫ്ലെക്സ് അടിക്കുമെന്ന്. എവിടെ വെക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. TV മാറ്റി ഇത് കൊണ്ട് വെക്കുക. എല്ലാരും ഇത് കുറച്ചൊരു കണ്ടോണ്ടിരിക്കും. ഞങ്ങളുടെ ഒരു ചെറിയൊരു സന്തോഷം. എന്തായാലും ഡാൻസ് എത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ എടുത്തതല്ലേ. ചെറിയ ഫ്ലെക്സ് ആവാമായിരുന്നു. 10 അടി ഒന്നും നോക്കിയില്ല. ഗൈസ് ഈ ഫ്ലെക്സ് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ വേണം പറയാൻ. കമന്റ് ചെയ്യുക ഗൈസ്. ഈ ഫ്ലെക്സ് എവിടെ വയ്ക്കണം?